ഹലോ മക്കളെ, +2 ബോർഡ് എക്സാം റിസൾട്ട് എല്ലാം തന്നെ വന്നു കഴിഞ്ഞു. ഈ നിമിഷം എനിക്ക് ഉറപ്പാണ് എല്ലാ മക്കളും തീരുമാനിച്ചു കഴിഞ്ഞ് കാണും ഞാനിനി എന്ത് ചെയ്യണം എന്നെല്ലാം തന്നെ. തീരുമാനിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തീരുമാനിക്കുക. നമ്മളിനി അടുത്തൊരു കോഴ്സ് ഏത് പ്രവേശിക്കണമെന്നും അടുത്ത് നമ്മളിനി എവിടെയാണ് നമ്മൾ കരിയറായിട്ട് ചൂസ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും ഈ നിമിഷം തന്നെ തീരുമാനിച്ച് ഇരിക്കണം. ഒരുപാട് പേരുടെ സ്വപ്നമായിരിക്കാം ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക. അതുപോലെ തന്നെ ഏറ്റവും ഗംഭീരമായ ക്യാമ്പസിനകത്ത് സയൻസ് ടീം പഠിക്കുക എന്ന് പറയുന്നതൊക്കെ തന്നെ സ്വപ്നങ്ങൾ തന്നെയാണ്. ഈ പറയുന്ന എല്ലാ മക്കളോടും എനിക്ക് ഒറ്റ കാര്യം മാത്രമാണ് ഈ നിമിഷം പറയാൻ വേണ്ടിയുള്ളത്. 1 ഇയർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലോങ് ഗ്യാപ്പ് അല്ല. ഇപ്പോൾ എല്ലാവരും നിങ്ങളോട് പറയും 1 ഇയർ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ബിടെക് ക്യാമ്പസുകളുണ്ട്, ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. അവിടെ പോയി പഠിച്ചാൽ പോലെ, കാരണം പഠിക്കുന്ന സിലബസ് എല്ലാം തന്നെ സെയിം ആണല്ലോ, ബിടെക് ആണല്ലോ പഠിക്കുന്നത് എന്നെല്ലാം തന്നെ. ഇന്ന് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുണ്ട്. ആ കാണുന്ന 4 കൊല്ലം നിങ്ങൾ അവിടെ പഠിച്ചതിന് ശേഷം 5ാമത്തെ കൊല്ലം നിങ്ങൾ നിൽക്കുമ്പോൾ എവിടെയും പ്ലേസ്മെന്റ് കിട്ടാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുക. സോ 1 ഇയർ വീണ്ടും നിങ്ങൾ എന്താണ് ആ കാണുന്ന 4 കൊല്ലത്തിന് ശേഷം ഗ്യാപ്പ് എടുക്കും. ഞാൻ പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. എല്ലാവരും 4 കൊല്ലം പഠിച്ചതിന് ശേഷം 5th ഇയർ എന്ത് ചെയ്തു, ഗ്യാപ്പ് എടുത്തു. ഞാൻ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചുകൊണ്ട്. സോ അതുകൊണ്ട് പ്ലേസ്മെന്റ് ഉള്ള ക്യാമ്പസിൽ തന്നെ നിങ്ങൾ പ്രവേശിക്കണം. എന്നാലാണ് നമുക്ക് വളരെ സുഖമായിട്ട് തന്നെ ഫ്യൂച്ചറിൽ ഗംഭീരമായ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ അതുകൊണ്ട് പ്ലേസ്മെന്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ നിങ്ങൾ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും ഗംഭീരമായ ക്യാമ്പസിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. JEE ക്രാക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഗംഭീരമായ IIT പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. NEET ക്രാക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഗംഭീരമായ AIIMSൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ JEE ക്രാക്ക് ചെയ്തുകൊണ്ട് സയൻസ് സ്ട്രീം എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഏറ്റവും ഗംഭീരമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള IASൽ പ്രവേശിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇങ്ങനെ വേണം നിങ്ങൾ നിങ്ങളുടെ കരിയറെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകേണ്ടത്. ഈ ഒരു 1 ഇയർ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. വീണ്ടും ഞാൻ പറയുന്നു, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. 1 ഇയർ നമുക്ക് എന്താണ് ഒന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ജീവിക്കാൻ വേണ്ടി പോകുന്നത് ഒരിക്കലും 1 ഇയർ അല്ല. നമ്മൾ ഇപ്പോൾ ഒരു സാധാരണ ക്യാമ്പസിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എക്കാലം ഓർക്കണം, കഷ്ടപ്പെട്ട് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യേണ്ടി വരും. നിങ്ങൾ 1 ഇയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും ഗംഭീരമായ ക്യാമ്പസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ഇഷ്ടപ്പെട്ട് നമുക്ക് എന്താണ് ലൈഫ് ലോങ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് എല്ലാവരും മനസ്സിലാക്കി വയ്ക്കാം. സൈലത്തിനകത്ത് NEET JEE ഫസ്റ്റ് റിപ്പീറ്റർ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. സെക്കൻഡ് റിപ്പീറ്റർ ബാച്ചിന്റെ അഡ്മിഷൻ ഡേ May 28 നടക്കാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാ മക്കളും സൈലത്തിന്റെ ഹൈബ്രിഡ് ക്യാമ്പസിലേക്ക് ഓടി വരിക. നിങ്ങൾ കാത്തിരിക്കാൻ വേണ്ടി പോകുന്നത് സൈലത്തിന്റെ 12 ഹൈബ്രിഡ് ക്യാമ്പസുകളാണ്. നിങ്ങളുടെ വീടിനടുത്തുള്ള ഹൈബ്രിഡ് സെന്റർ എവിടെയാണോ അവിടെ എല്ലാവരും എന്ത് ചെയ്യാം, May 28 വരിക. നമ്മൾ ഗംഭീരമായിട്ട് നമ്മുടെ പഠനം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. ഒറ്റ കാര്യം പറഞ്ഞാൽ കാണുന്ന വീഡിയോ വൈൻഡ് അപ്പ് എന്ന് പറയുന്നതല്ല. 2026 NEET എക്സാം എങ്ങനെയായിരിക്കും എന്നൊരു വലിയ ചോദ്യമുണ്ട്. കാരണം 2025 NEET എക്സാം അത്യാവശ്യം ഹാർഡായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് DPP-യുമായിട്ടാണ് സൈലം വരാൻ വേണ്ടി പോകുന്നത്. മനസ്സിലാക്കേണ്ടത്, ഒരു NCERT പേജ് ഉണ്ടെങ്കിൽ ആ കാണുന്ന NCERT പേജിനകത്തുള്ള വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താണ് നെക്സ്റ്റ് പേജിൽ പ്ലേസ് ചെയ്യുന്നതായിരിക്കും. അത്തരത്തിലൊരു പുതിയ സ്ട്രാറ്റജിയുമായിട്ടാണ് സൈലം നിങ്ങളിലേക്ക് വരുന്നത്. നല്ലത് മനസ്സിലാക്കി വയ്ക്കുക. സോ ഗൈസ്, ബൈ. അഡ്മിഷൻ ഡേ മറക്കരുത്, May 28. See you in our hybrid campus. Thank you.